സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 22, 14, 15 വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. സമയം ആയപ്പോൾ യേശു അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. യേശു അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 14, 15 വാക്യങ്ങളിൽ യേശു തൻ്റെ അപ്പോസ്തലന്മാരുമായി അഥവാ ശിഷ്യന്മാരുമായി ഭക്ഷണത്തിനിരുന്ന് പെസഹ ഭക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. ഇന്ന് പെസഹ വ്യാഴം. ലോകമെമ്പാടുമുള്ള ദൈവജനം ദൈവാലയങ്ങളിൽ പെസഹ വ്യാഴാഴ്ച പ്രമാണിച്ച് കർത്താവിൻ്റെ തിരുവത്താഴം സ്ഥാപിച്ച ദിനത്തെ സ്മരിക്കുകയും കർത്തൃമേശയും അഥവാ തിരുവത്താഴവും തുറന്നുള്ള പ്രത്യേക ആരാധനകളിലും പങ്കെടുക്കുമ്പോൾ പെസഹയെക്കുറിച്ച് പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് ധ്യാനിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പെസഹയുടെ അടിസ്ഥാന ചരിത്രം നാം കാണുന്നുണ്ട്. ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, ഓരോ ഇസ്രായേലിനും ഒരു ആട്ടിൻകുട്ടിയെ എടുക്കണം. അതിനെ നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് വച്ച് അറുത്ത് പാകം ചെയ്ത് ഭക്ഷിക്കുന്ന നിയമങ്ങളെല്ലാം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഇങ്ങനെ തിടുക്കത്തിൽ അതിനെ പാകം ചെയ്ത് ഭക്ഷിച്ച് പുറപ്പെടണം. ഇത് പുറപ്പാടാണ്. അതാണ് പെസഹ. എവിടെ നിന്നും എങ്ങോട്ടാണ് പുറപ്പെടുന്നത്? മിസ്രൈമിൽ നിന്നും കനാൻ ദേശത്തേക്ക്. എന്തിനാണ് അവർ പുറപ്പെടുന്നത്? അതേ പ്രിയമുള്ളവരെ, ഏകദേശം 430 വർഷം ഇസ്രായേൽ ജനത്തെ മിസ്രൈമ്യർ അടിമത്തത്തിലാക്കിയിരുന്നു. അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവർ അവിടെ ഊഴിയ വേല ചെയ്യേണ്ടി വന്നു. അവർക്ക് ശമ്പളമോ ഭക്ഷണമോ ആരാധന സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ദൈവം അവരുടെ നിലവിളി കേട്ട് അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. മോശയെ നായകനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഇതാ ഇസ്രായേലിലെ ഏകദേശം 6.5 ലക്ഷം ജനത്തെ മിസ്രൈമിൽ നിന്നും കനാൻ ദേശത്തേക്ക് പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി ദൈവം കൊടുത്ത നിയമമാണ് ആദ്യം പറഞ്ഞ ഓരോ ഇസ്രായേലിനും ഒരാട്ടിൻകുട്ടിയെ എടുക്കുകയും അതിനെ നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്ത് പാകം ചെയ്ത് അതിനെ ഭക്ഷിച്ച് തിടുക്കത്തിൽ പുറപ്പെടണമെന്നുള്ളത്. കടന്നുപോക്കൽ അഥവാ പുറപ്പാട് അഥവാ പെസഹ എന്നറിയപ്പെടുന്ന ഈ പുണ്യദിനം അന്നു മുതൽ ഇസ്രായേൽ ജനത്തിന് ഒരു ആചാരമായി തീർന്നു. യേശുവിൻ്റെ കാലത്തും ഈ പെസഹ പെരുന്നാൾ ഉണ്ടായിരുന്നു. ലൂക്കോസ് 22-1 നമുക്കത് കാണാനായിട്ട് സാധിക്കും. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു എന്ന് നാം അവിടെ കാണുന്നു. അതുപോലെ ലൂക്കോസ് 22-7 പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ എന്ന് നാം കാണുന്നുണ്ട്. ഇങ്ങനെ ഈ പെസഹ ആചരിക്കുന്ന ഈ ചടങ്ങ് യേശു തൻ്റെ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു കൊണ്ട് തൻ്റെ
ശരീരം അവർക്ക് അപ്പമായും തൻ്റെ രക്തം അവർക്ക് വീഞ്ഞായും സൂചനയായി നൽകുകയാണ്. ചില മണിക്കൂറുകൾക്ക് ശേഷം യേശു നൽകുവാനിരിക്കുന്ന തൻ്റെ ശരീരവും രക്തവും, അഥവാ കാൽവരി യാഗത്തിനുള്ള തൻ്റെ ശരീരവും രക്തവും, അതിൻ്റെ പ്രതീകമായിട്ടാണ് യേശു അപ്പവും വീഞ്ഞും ശിഷ്യന്മാർക്ക് നൽകുന്നത്. പുതിയ നിയമത്തിൽ ഇതിനെ കർത്തൃമേശയെന്നും തിരുവത്താഴമെന്നും കുർബാനയെന്നും പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ദൈവജനം പെസഹ വ്യാഴം ആചരിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശരീരവും തൻ്റെ രക്തവും നമുക്ക് വേണ്ടി സമർപ്പിച്ച ദിനത്തെ നമുക്കും സ്മരിച്ചുകൊണ്ട് ഈ പുറപ്പാടിൽ, ഈ കടന്നുപോക്കലിൽ അതെ നമുക്കും പങ്കാളിയാകാം. ആമേൻ, ആമേൻ. ജീവന്റെ അപ്പമാണു നീ, നിത്യജീവന്റെ അപ്പമാണു നീ. അരികിലണയുമ്പോൾ, അലിവയണയുമ്പോൾ, മിഴികളിൽ മൊഴികളിൽ സ്നേഹസ്പർശനമായി അലിഞ്ഞു ചേരുന്നു, അഭയമരുളുന്നു. ജീവന്റെ അപ്പമാണു നീ, നിത്യജീവന്റെ അപ്പമാണു നീ. അരികിലണയുമ്പോൾ, അലിവയണയുമ്പോൾ, മിഴികളിൽ മൊഴികളിൽ സ്നേഹസ്പർശനം